നിനക്ക് സുരക്ഷിതമായൊരു ഭാവി ഒരുക്കി തരേണ്ടത് ഞാനാ. ആ കടമ നിർവഹിക്കാൻ ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുമുണ്ട്. മിഥുനേട്ടൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. വിവേകിന് ചെറിയമ്മ ഓൾറെഡി ഒരു ബന്ധം കണ്ടെത്തി കഴിഞ്ഞിരിക്കുക. എന്തായാലും ആ ബന്ധത്തിൽ ഇനി മാറ്റമൊന്നും ഉണ്ടാവൂല. എന്തായാലും ആ അധ്യായം ഇവിടെ തീർന്നിരിക്കുക. ഇവിടെ എല്ലാവരും അവരവരുടെ സ്വാർത്ഥതയ്ക്ക് മാത്രമാണ് വില കൊടുക്കുന്നേ. അതുകൊണ്ട് ഇനിയും വിവേകിന് വേണ്ടി നീ കാത്തിരിക്കുന്നത് അർത്ഥശൂന്യവും. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ബന്ധം കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുക. വാവ്, വെരി നൈസ് മിഥുൻ. അങ്ങനെയാണെങ്കിൽ വിവേകിന്റെ കല്യാണത്തിനൊപ്പം അതേ മണ്ഡപത്തിൽ വെച്ച് തന്നെ നമുക്ക് ചാരുവിന്റെ കല്യാണം നടത്തിക്കളയാം. ചെറിയമ്മ പറഞ്ഞാൽ എന്താടാ തെറ്റ്? ചെറിയമ്മ പറഞ്ഞ പോലെ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം ഒരു മണ്ഡപത്തിൽ വെച്ചങ്ങ് നടത്തിയേക്കാം. വല്യേട്ടാ, വാട്ട് ഈസ് ദിസ്? മോം കണ്ടെത്തി ആ പെണ്ണിന് എനിക്ക് ഇഷ്ടമാണെന്നോ ആ പെണ്ണിന് തന്നെ കല്യാണം കഴിച്ചോളാന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? ഇല്ല വല്യേട്ടാ. ശരിയെന്നാ, നിനക്കാരെ ഇഷ്ടമൊന്നും ഇപ്പൊ തുറന്നു പറ. നീ ആരെയാ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഇപ്പോഴെങ്കിലും നീ തീരുമാനിച്ചോണം. കണ്ടോ വിവേക്, നിനക്കിപ്പോഴും ഒരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്യാൻ നിനക്കിപ്പോഴും ധൈര്യമില്ല. സ്നേഹിച്ച പെണ്ണിനെ തന്നെ വേണമെന്ന് പറയാൻ നിനക്ക് ചങ്കൂറ്റില്ല അല്ലേ? അങ്ങനെയാവുമ്പോ നിന്റെ ജീവിതം നശിപ്പിക്കുന്നതിനൊപ്പം ചാരുവിന്റെ ജീവിതവും എന്തിനാടാ നശിപ്പിക്കാൻ നോക്കുന്നേ? അങ്ങനെയല്ല വില്ലേട്ടാ. പിന്നെ എങ്ങനെയാ വിവേക്? ഓരോ സന്ദർഭത്തിലും നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഓരോ ശക്തികളുണ്ടാകും. ആ ശക്തിക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞാലോ അതിനെ കടന്നു പോകാൻ മനസ്സ് അനുവദിച്ചില്ലെങ്കിലോ നിനക്കിഷ്ടപ്പെട്ടതൊന്നും കിട്ടിയെന്ന് വരില്ല. പിന്നെ മറ്റുള്ളവരുടെ താളത്തിനൊത്ത് തുള്ളി മരിക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും കണ്ണു തുറന്നു നിന്റെ സന്തോഷം എന്തിലാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കേ. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും കണ്ണു തുറന്നു നിന്റെ സന്തോഷം എന്തിലാണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കേ. നിന്നെ പിന്തിരിപ്പിക്കുന്ന ശക്തിക്ക് മുന്നിൽ തോറ്റുകൊടുക്കുവോ അതോ നിനക്കിഷ്ടപ്പെട്ടത് നേടണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുമെന്നുള്ളത് ഇപ്പൊ തന്നെ തീരുമാനിച്ചു. ചാരു, നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നം കാണും. എല്ലാ സ്വപ്നവും നിറവേറണമെന്നുമില്ല. നിന്റെ സ്വപ്ന സാഫല്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇനി അങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി തരേണ്ടത് എന്റെ കടമയാണ് മോളെ. ഇനി നീ പോയിക്കോ. മിഥുൻ, ഇതിനു വേണ്ടിയായിരുന്നല്ലേ നീ ചാരുവിനെ വിളിച്ചു വരുത്തിയത്? ഇനി നീയെല്ലാം നിന്റെ തള്ള തലകുത്തി നിന്നാലും ചാരുവും വിവേക്കും തമ്മിലുള്ള കല്യാണം എന്റെ കൊക്കിന് ജീവനുള്ളോടത്തോളം നടക്കാൻ പോകുന്നില്ല.
വിവേകിന് ചെറിയമ്മ ഓൾറെഡി ഒരു ബന്ധം കണ്ടെത്തി കഴിഞ്ഞിരിക്കുക. എന്തായാലും ആ ബന്ധത്തിൽ ഇനി മാറ്റമൊന്നും ഉണ്ടാവൂല. ആ പെണ്ണിന് തന്നെ കല്യാണം കഴിച്ചോളാന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞത്? നീ ആരെയെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നെന്ന് ഇപ്പോഴെങ്കിലും നീ തീരുമാനിച്ചോണം. ചിലപ്പോ ഒരു അരമണിക്കൂർ ലേറ്റ് ആയെന്നൊക്കെ ഇരിക്കും. ഒരു പക്ഷെ ഒരു 1-2 മണിക്കൂറാവും. അതിനിടയ്ക്ക് പോലീസ് കംപ്ലൈന്റ് ഒക്കെ കൊടുക്കാന്ന് വെച്ചാ അതും പോരാഞ്ഞിട്ട് എന്റെ ഫോട്ടോ പോംലെറ്റിൽ അടിച്ച് വിതരണം ചെയ്ത് എല്ലാരും വിളിച്ച് പറയാ ചെയ്യാ. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു, നിങ്ങളുടെ അടുത്ത് ജോലി ചെയ്യുന്നു, അത്രേ ഉള്ളൂ. മോളെ മേഘ, എന്താ പറ്റിയത്? എന്തിനെങ്ങനെ കരയുന്നേ? അവിടെ അവിടെ അർജുൻ അർജുൻ അയ്യോ അർജുൻ, അർജുൻ എന്തു പറ്റി? അർജുൻ കണ്ണ് തുറക്ക്. അർജുൻ എഴുന്നേറ്റേ, എഴുന്നേക്ക് അർജുൻ. അർജുൻ ഇത് എന്താ പറ്റിയത്? അർജുൻ എന്ത് പണിയായി കാണിച്ചിരിക്കുന്നെ? മോളെ, ഇത് കുടിച്ചേ. മോളെ മേഘ, നീ കണ്ടു? 5 വർഷമായിട്ട് അവൻ മദ്യം തൊട്ടിട്ടില്ല. അവനത് പിന്നെയും തുടങ്ങി. ഇവന്റെ കള്ളുകൂടി തുടങ്ങിയ പിന്നെ അവൻ അതിൽ നിന്ന് തിരിച്ചു വരില്ല. ഞാൻ എന്ത് ചെയ്യും മോളെ? ഇവൻ വീണ്ടും പഴയ രീതിയിലായിരിക്കും. ഇനി എത്ര നാള് ഞാനുണ്ടാവും? ഒന്ന് സമാധാനത്തോടെ കണ്ണടയ്ക്കാൻ പോലും എനിക്കാവൂ? ഈ അവസ്ഥയിൽ ഇവനെ ഞാൻ എങ്ങനെ ഈ പ്രായത്തിൽ നോക്കും മോളെ? എനിക്ക് വയ്യ മേഘ. എന്താ അർജുനെ കാണിച്ചേ? ഇനി കള്ളു കുടിക്കില്ല എന്ന് 5 വർഷം മുന്നേ എനിക്ക് സത്യം ചെയ്ത് തന്നതല്ലായിരുന്നോ? പിന്നെ ഇത് തുടങ്ങിയെങ്കിൽ എനിക്ക് ചെയ്തു തന്ന സത്യത്തിന് എന്ത് വിലയാ ഉള്ളത്? എങ്ങനെ വാക്ക് തെറ്റിക്കാൻ അർജുന് തോന്നി? ഇത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ മേഘയ്ക്ക് അർജുൻ തന്ന വാക്കിന്റെ വില. അർജുൻ ചെയ്തു കൂട്ടുന്നത് കണ്ട് അർജുന്റെ അമ്മ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് കണ്ടില്ലേ? അമ്മയുടെ കണ്ണുനീരിന് ഉത്തരം പറയാൻ അർജുനെ കൊണ്ട് കഴിയോ? ആരെയും ശല്യപ്പെടുത്തണമെന്നൊന്നും ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല മേഘ. പക്ഷെ എൻ്റെ മനസ്സാരെങ്കിലും വേദനിപ്പിക്കുമ്പോൾ അത് മറക്കാൻ വേണ്ടിയാ ഞാനിങ്ങനെ മദ്യത്തിനടിമയായി മാറുന്നത്. ഇപ്പൊ എനിക്ക് എന്നെ തന്നെ മറക്കാൻ എനിക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അർജുനെ വിഷമിപ്പിച്ചത് ഞാനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ എനിക്ക് തന്ന വാക്ക് പോലും അർജുൻ മറന്നത്. അങ്ങനെയൊന്നുമില്ല മേഘ. ഒന്നും പറയണ്ട, എനിക്ക് എല്ലാം അറിയാം. അർജുന്റെ മനസ്സ് വേദനിക്കുന്ന വിധത്തിൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അർജുന്റെ സ്നേഹവും കരുതലും ഞാനാണ് മനസ്സിലാക്കാതിരുന്നത്. അതുകൊണ്ടാണല്ലോ അർജുൻ അത് ഇത്രയേറെ വേദനിച്ചത്. എന്നോട് ക്ഷമിക്ക അർജുൻ. അയ്യോ മേഘ, മേഘ എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. അർജുൻ അറിയാത്തത് കൊണ്ടാ. പറയാനും മാത്രം മെച്ചപ്പെട്ട ഭൂതകാലമൊന്നും എനിക്കില്ല. ഒരുമിച്ച് ആസ്വദിക്കാനുള്ള മനോഹര നിമിഷങ്ങളുമില്ല. അതുകൊണ്ടാ എന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഞാൻ ആരോടും പറയാത്തത്. അത് കുത്തിക്കേറുന്നൊരു മുൾച്ചെടി പോലെ അതിൽ കൈവച്ച എന്നോടൊപ്പം ചേർന്ന് ബാക്കിയുള്ളവർക്ക് കൂടി മുറിവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാ ആരെയും ഒന്നും അറിയിക്കണ്ടെന്ന് ഞാൻ കരുതിയത്. തൽക്കാലം
ഇതൊന്നും ആരോടും പറയാൻ എനിക്കാവില്ല അർജുൻ. പക്ഷെ അർജുന്റെ ഇന്നത്തെ എടുത്തുചാട്ടം കാരണം ഞാൻ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നു. അതോർത്തപ്പോഴാ ദേഷ്യം വന്നതും വായിൽ തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞതും. അതെന്തൊക്കെയായാലും തൻ്റെ പ്രശ്നങ്ങളുടെ ഗൗരവം എന്താണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ താൻ പറയുന്നതൊക്കെ മനസ്സിലാക്കാനും എനിക്ക് സാധിക്കില്ല. പക്ഷേ അത് എത്ര സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും എന്നെ കൊണ്ടാവുന്ന വിധം അതിന് പരിഹാരം കണ്ടെത്താൻ ഞാൻ എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടാവും. അയ്യോ, അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. അർജുന് ഞാൻ പറയുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. അർജുനെ കൊണ്ട് തീർക്കാൻ പറ്റുന്ന അത്രയും ചെറിയ പ്രശ്നങ്ങളല്ല അത്. അങ്ങനെയായിരുന്നെങ്കിൽ അതിനൊക്കെ ഞാൻ എന്നീ സൊല്യൂഷൻ കണ്ടെത്തിയേനെ. എന്റെ അവസ്ഥയൊന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി. എനിക്കൊന്നും അറിയില്ല. ഞാൻ എന്തൊക്കെ വിജയങ്ങൾ നേടിയെടുത്താലും തന്നെ ഒരു വിധത്തിലും സഹായിക്കാനാവുന്നില്ലല്ലോ എന്നോർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട്. എന്റെ ജീവൻ രക്ഷിച്ചവളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവളെ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ കളയാൻ വരെ തയ്യാറാണ് മേഘ. പക്ഷെ ഒരു വിധത്തിലും നിന്നെ സഹായിക്കാൻ കഴിവില്ലാത്തവനാണല്ലോ എന്ന് ഓർക്കുമ്പോ എന്റെ ജീവിതത്തിന് പോലും അർത്ഥമില്ലാണ്ടാവുക. അങ്ങനെയൊന്നും പറയരുത് പ്ലീസ്. അർജുൻ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അർജുൻ എന്നൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം എങ്ങനെയോ അവസാനിക്കേണ്ടതായിരുന്നു. എന്നെ കുടുംബത്തിലൊരു വ്യക്തിയായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ മകന്റെ ഭാവി പോലും ചോദിച്ചിനായനെ. അർജുനും ഗൗരവമേ ഉള്ളത് കൊണ്ട് മാത്രം ഞാനിന്ന് ധൈര്യത്തോടെ ജീവിക്കുന്നത്. നാളെ എനിക്ക് ഉണ്ടായേക്കാവുന്ന ഏത് പ്രശ്നങ്ങളെയും മറികടക്കാൻ എപ്പോഴും നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവണം. ആ വിശ്വാസം എനിക്കുള്ളത് കൊണ്ടാ ഓരോ ചുവടും പിഴയ്ക്കാതെ മുന്നോട്ട് വെക്കാനുള്ള ധൈര്യം എനിക്ക് കിട്ടുന്നത്. ഇങ്ങനൊരു വ്യക്തി ഇല്ലായിരുന്നെങ്കിൽ എന്നെ ഞാനും എന്റെ മോനും ഗതിയില്ലാതെ ആത്മഹത്യ ചെയ്താനെ. എന്റെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായത് നിങ്ങൾ കാരണം. അർജുനോടും ഗൗരവമ്മയോടും ആ സ്നേഹവും കടപ്പാടും എപ്പോഴും ഉണ്ടായിരിക്കും. ഈ കടപ്പാട് എന്റെ ഈ ഒരു ജന്മം കൊണ്ട് തീർക്കാൻ പറ്റുന്നതും അല്ല. ദൈവത്തെക്കാളും വലിയ സ്ഥാനം ഞാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നിരിക്കുന്നത്. നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ള 5 വർഷത്തെ ബന്ധം ചെറുതൊന്നല്ല അർജുൻ. അതിന് ഒത്തിരി വിലയുണ്ട്. പക്ഷെ രണ്ടുപേരെ എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക. ഇനി ഒരിക്കലും അർജുനെ ഇങ്ങനെ ലഹരിക്ക് അടിമയായ അവസ്ഥയിൽ ഞാൻ കാണാൻ പാടില്ല. എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അർജുൻ ഇതെല്ലാം നിർത്തണം. അമ്മേ, ഇപ്പോ മേഘ പറഞ്ഞൊക്കെ അമ്മ കേട്ടില്ലേ? അവളുടെ ജീവിതത്തില് നമുക്കൊക്കെ വലിയ സ്ഥാനമുണ്ടെന്നല്ലേ പറഞ്ഞേ? അവള് നമ്മളെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ? നമ്മളെ രണ്ടുപേരെയും മേഘ ദൈവത്തെ പോലെയാണ് കാണുന്നതെന്ന് വരെ പറഞ്ഞു അമ്മേ. അവള് പറഞ്ഞതിൽ നിന്ന് എനിക്ക് എന്തൊക്കെയോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്നോട് എന്തോ ഒരു പ്രത്യേക സ്നേഹം അവളുടെ മനസ്സിലുണ്ടെന്നല്ലേ പറഞ്ഞത്? ശരിയാണ് മോനെ, മേഘ നിന്നെ സ്നേഹിക്കുന്നുണ്ടടാ. അവളുടെ മനസ്സിൽ നിനക്കൊരു സ്ഥാനമുണ്ട്. പരോക്ഷമായിട്ടാണെങ്കിൽ പോലും അത് നിന്നെ അറിയിക്കാൻ അവള് ശ്രമിച്ചത്. എനിക്കെല്ലാം മനസ്സിലായമ്മേ. അവൾക്ക് എന്നോട് ഇത്രയേറെ സ്നേഹമുള്ളപ്പോ ഞാനല്ലേ അവളെ വല്ലാതെ വേദനിപ്പിച്ച്. അവൾക്ക് ഇഷ്ടമില്ലാത്തൊന്നും ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി ഒരിക്കലും ഇല്ലമ്മേ. പക്ഷെ പണ്ടൊരിക്കല് ഞാൻ ഇത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നുപോയപ്പോഴാണ് മേഘയെ കണ്ടത്. ഇന്നും അങ്ങനെ ഒരു അവസ്ഥയിലാ മേഘ അവളുടെ മനസ്സിലുള്ള സ്നേഹം എന്നോട് തുറന്നു പറഞ്ഞത്. എനിക്കിപ്പോ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടമ്മേ.
ചാരു, നിന്റെ കണ്ണുകളിൽ കാണുന്ന ഈ കണ്ണുനീരിന്റെ നനവ് നിന്റെ മനസ്സിലെ ഭാരം എത്രത്തോളം ഉണ്ടെന്ന് എന്നെ കാണിച്ചു തരുന്നുണ്ട്. ആ കണ്ണുനീര് നീ എന്തിനാ ഒളിപ്പിക്കുന്നേ? നിന്റെ മനസ്സിലെ വിഷമമെല്ലാം എന്നോട് പറഞ്ഞുകൂടെ നിനക്ക്? എന്നാലെങ്കിലും നിന്റെ മനസ്സിലെ ഭാരം ഒന്ന് ഇറങ്ങുമല്ലോ. കരഞ്ഞു തീർക്കാൻ പറ്റുന്ന ഭാരമായിരുന്നെങ്കിൽ ദിവസവും എനിക്ക് അതിന് മാത്രമേ സമയമുണ്ടായിരിക്കുള്ളൂ. അതൊന്നും കണ്ണുനീരിൽ അലിഞ്ഞു തീരുന്ന വേദനയല്ല. പട്ടടയിൽ ഭസ്മാവുമ്പോഴേ അതിന് അറുതി ഉണ്ടാവും. എന്റെ വേദനകൾ ഒരു കണ്ണീരിനെ തുടച്ചു മാറ്റാനാവില്ല വിവേക്. ചാരു പ്ലീസ്, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ചാരു, മറ്റുള്ളവരെന്തൊക്കെ പറയുന്നുള്ളത് എനിക്കിപ്പോ ഒരു വിഷയമൊന്നും അല്ലാണ്ടായിരിക്കുക. മറ്റാരുടെയും തീരുമാനങ്ങൾക്ക് നിന്നു കൊടുക്കാൻ എനിക്കാവില്ല. എനിക്ക് നിന്നെ വേണം ചാരു. നിന്നോടൊപ്പം എനിക്ക് ജീവിക്കേണ്ടത്. ഇപ്പൊ നിനക്ക് സമ്മതമാണെന്ന് പറഞ്ഞ ഇവിടെ വെച്ച് നിന്റെ കഴുത്തിലൊരു താലി കെട്ടി നിന്നെ കൂടെ കൂട്ടാൻ തയ്യാറാ. അന്നേരം എന്നെ വിലയേട്ടം നിർത്തി പൊരിച്ചപ്പോഴും ഇതെനിക്ക് പറയാൻ ധൈര്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ അതിന് നിന്റെ സമ്മതം വേണമായിരുന്നു. പിന്നെ നിന്റെ അമ്മ സമ്മതിക്കണം, അതുപോലെ വീട്ടുകാരെല്ലാം സമ്മതിക്കണം, നന്ദൻ കുടുംബം മുഴുവൻ കൂടെ ഉണ്ടാവും വേണം. എന്തൊക്കെ കണ്ടീഷൻസാ നീ പറഞ്ഞേക്കുന്നേ? ഇങ്ങനെ പോയാ ഈ കല്യാണം എങ്ങനെ നടക്കും ചാരു? നിനക്കറിയാലോ വിവേക്, എന്റെ ചേച്ചി നിന്റെ വീട്ടിലുള്ളവരെ ഇപ്പോഴും ശപിച്ച് പദം വരുത്തിയിരിക്കുക. ആ പ്രാക്ക് ദോഷമായിരിക്കും എന്റെ ചേച്ചിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയത്. നിന്റെ വീട്ടുകാരുടെ സഹകരണം ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാ ആ വീട്ടിലെ മരുമകളായിട്ട് കയറി വരും? എന്നെ ഒരു വാക്ക് പറയും മുമ്പ് 100 പ്രാവശ്യം അവരെന്റെ ചേച്ചിയെ പ്രാകും. സന്തോഷത്തോടെ ഒരു നിമിഷം എനിക്ക് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്റെ ചേച്ചിയെ പഴി പറയുന്നത് എന്നെ കൊണ്ട് കേട്ടു നിൽക്കാനാവില്ല വിവേക്. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാൻ ചാരു. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ മറ്റു ചിലത് കണ്ടില്ല എന്ന് വെക്കണം. നിനക്ക് വേണ്ടി എന്തും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറാണെന്ന് നിനക്കറിയാലോ. പലതും നഷ്ടപ്പെടുത്തുന്നതിന് പകരം എന്നെ നഷ്ടപ്പെടുത്തിയ തീരാവുന്നല്ലേ ഉള്ളൂ. എന്തായാലും നിന്റെ അമ്മ നിനക്കൊരു പെണ്ണിനെ കണ്ടെത്തി കഴിഞ്ഞല്ലോ. ഡ്രൈവർ കാറൊന്ന് നിർത്തോ. അങ്ങനെ വിട്ടുകളയാനല്ല ചാരു ഞാൻ നിന്നെ സ്നേഹിച്ചത്. അങ്ങനെ വിട്ടുകളയാനായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും നാളും നിന്റെ പുറകെ നടക്കില്ലായിരുന്നു. നിന്റെ കാല് പിടിക്കാത്ത ഒരു ദിവസം ഉണ്ട് ചാരു. കടിച്ചു തൂങ്ങി കിടക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്നുള്ള തിരിച്ചറിവുണ്ടായ വിട്ടുകളയാൻ ശീലിക്കുന്നതാണ് ബുദ്ധി വിവേക്. അങ്ങനെ ഇഷ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെടുത്താൻ ശ്രമിച്ച വിലപ്പെട്ടതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. നീയാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത്. നിന്നെ നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. ചാരു വിവേകും എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ചാരുവിന്റെ മുഖത്ത് ആകെ ഒരു വിഷമമുണ്ടല്ലോ. വിവേക് എന്തോ ചാരുവിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ. എന്തായിരിക്കും അവർക്കിടയിൽ പ്രശ്നം? അമ്മേ, ആ, സ്കൂളിൽ പോവാൻ നേരായി അമ്മേ. ആ, ചേട്ടാ നിങ്ങൾ വണ്ടി എടുത്തോളൂ. ചാരു, ഞാൻ പറയുന്ന കേക്ക്. ചാരു, ചാരു, ചാരു. ഹായ് ബ്രോ. ഹായ് ബ്രോ. എന്താ ലേറ്റ് ആയത്? ഒന്നുമില്ല ചക്കി, ഇറങ്ങിയത് തന്നെ ലേറ്റ് ആയിട്ടായിരുന്നു. സ്കൂളിലേക്ക് വരുന്ന നേരത്ത് അമ്മ ഒരിടത്ത് വണ്ടി നിർത്തുകയും ചെയ്തു. അമ്മ എന്താ അവിടേക്ക് നോക്കി നിൽക്കുന്നേ? ഒന്നുമില്ല ചക്കിമോളെ. ഞങ്ങളുടെ ചാരു മിസ് പാവോ അമ്മ. ചാരു മിസ്സിന് എന്താ പറ്റിയത്? അയ്യോ, അമ്മയ്ക്കറിയില്ലല്ലേ.
പാവം മിസ്സിന്റെ കല്യാണത്തിന് വീട്ടിലുള്ളവര് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ചെറിയച്ഛനും ചാരു മിസ്സും വിഷമത്തിലാ. വിവേക് ചെറിയച്ഛന് വേണ്ടി